Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ജീറയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഓട്ടോമേഷൻ അങ്ങനെ പെർഫോം ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോഡ് ഡെവലപ്മെൻറ്റ്. സോ ഈ 3 മൊഡ്യൂൾസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഈ ഓട്ടോമേഷൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്, സ്മാർട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും, കാരണം അതും കൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പം ബേസിക്കായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇപ്പം നമ്മൾ 2 പാർട്സായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോൺഫ്ലുവൻസ്. ജീറയിലെ കോൺഫ്ലുവൻസ് എന്നൊരു ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ജീറ ഓൺലി. ഓക്കെ, സോ കോൺഫ്ലുവൻസിനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ് നമ്മൾ ഒരു 2 പാർട്സായിട്ട് ജീറ കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് പറ്റിയില്ല. പിന്നാണ് സെക്കൻഡ് പാർട്ട്. ബാക്കി കോൺഫ്ലുവൻസും അതുപോലെ സ്മാർട്ട് വാല്യൂസ്, അത് 2 സെപ്പറേറ്റ് വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാർക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീറയുടെ വീഡിയോസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ നമ്മൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കി കാണാൻ പറ്റും. നമുക്കൊരു ലൈവ് ഫ്രീ വർക്ക്ഷോപ്പ് നടത്തിയാലോ എന്ന്, അതായത് കോർ ജാവ, മാനുവൽ ടെസ്റ്റിങ്, പിന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്, ഇതിൻ്റെയൊക്കെ ആയിട്ട് ഒരു ലൈവ് സെഷൻ നമുക്ക് 1 by 1 ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു ലൈവ് സെഷൻ എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ മാക്സിമം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും ഫീസ് പേ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. സോ അങ്ങനെയുള്ളവർക്ക്, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ചെറുതായിട്ടൊരു ലൈവ് സെഷനായിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ചെയ്യുക. ഇപ്പോൾ 1-2 പേര് മാത്രമാണെങ്കിൽ എനിക്ക് ഇച്ചിരി നമുക്ക് 1-2 പേർക്ക് മാത്രമായിട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഒരു ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കുള്ളെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ എസ് ആണെങ്കിൽ നോ ആണെങ്കിലും ഒന്ന് കൊടുക്കുമെങ്കിൽ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട്, 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചക്കുള്ളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോണ്ടല്ലോ ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണേ, കാരണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുമ്പം ചിലർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നു, അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടുന്നില്ലെന്ന് പറയുന്നു. അപ്പം ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. നമുക്കാദ്യം റിപ്പോർട്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണാം. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്. അതിൻ്റെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഈ ഒരു സ്ലൈഡ് ബാറിൽ പല മെനൂസ് ഉണ്ടായാലും ഒന്നാണ് റിപ്പോർട്ട്സ് എന്നുള്ളത്. ഇൻ കേസ് ഈ റിപ്പോർട്ട്സ് നിങ്ങൾക്കിവിടെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ താഴെ കണ്ടോ പ്രൊജക്ട് സെറ്റിങ്സ് ഒരു മെനു, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടപോലെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്കപ്പോൾ റിപ്പോർട്ട്സ് എന്ന് കാണിക്കും. ഓക്കെ, ഇതിവിടെ ഡിസേബിൾ ആയിട്ട് നിങ്ങളുടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ അല്ലാത്തത്. സോ അത് ക്ലിക്ക് ഈ ഒരു സ്ലൈഡ് കണ്ടത് പിടിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ അങ്ങോട്ടും അപ്പോഴത്തേക്കും അത് എനേബിൾ ആകും. അപ്പോൾ അത് ഇപ്പുറത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബൈ ഡിഫോൾട്ടായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ റിപ്പോർട്ട്സ് എന്ന് കാണാൻ കണ്ടോ, അതേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് വരുന്ന 3 റിപ്പോർട്ട്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബേൺ ഡൗൺ ചാർട്ട്. ബേൺ ഡൗൺ ചാർട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്നാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇനി എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇനി എത്ര വർക്ക് റിമൈനിങ് ഉണ്ട്, അതറിയാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ സ്പ്രിൻറ്റ് അച്ചീവ് ചെയ്യാൻ, ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ചാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും യൂസിങ് ബേൺ ഡൗൺ ചാർട്ട്. രണ്ടാമത്താണ് സ്പ്രിൻറ്റ് ചാർട്ട്. സ്പ്രിൻറ്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് മെഷർ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ഓരോ സ്പ്രിൻറ്റിലും എത്രത്തോളം പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് സ്പ്രിൻറ്റ് ചാർട്ട് യൂസ് ചെയ്യാം. തേർഡ് വൺ ഈസ് റിലീസ് ബേൺ ഡൗൺ ആണ്. അത് ആ പേര് പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊജക്ട് റിലീസിൻ്റെ ആ ഒരു വേർഷൻ, പല വേർഷൻസ് ഉണ്ടല്ലോ ഒരു പ്രൊജക്റ്റിന് തന്നെ. സോ ആ വേർഷൻസ് വെച്ചിട്ട് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും യൂസിങ് റിലീസ് ബേൺ ഡൗൺ ചാർട്ട്.
നെക്സ്റ്റ് ഫീച്ചർ വി ആർ ഗോയിങ് ടു സീ ഈസ് കോഡ്. ഈ ഡെവലപ്മെൻ്റ് എന്നുള്ള മെനുൻ്റെ അടി വരുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോഡ് മാനേജ്മെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോസിറ്ററീസ് ഇല്ല, അതായത് ഗിറ്റ് ഹബ്ബ്, ബിറ്റ് ബക്കറ്റ്, ഗിറ്റ് ലാബ്, ഇങ്ങനെയൊക്കെയുള്ള കോഡ് റിപ്പോസിറ്ററീസ്, നമ്മുടെ കോഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന, അല്ല കോഡ് മാനേജ് ചെയ്യുന്ന ടൂൾസും അതിനെ നമുക്ക് നമ്മുടെ ജീറ ടൂളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ജീറയ്ക്കകത്ത് തന്നെ അതും ഞാൻ ഗിറ്റ് ഹബ്ബാണ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മെസ്സായിട്ട് മാറും, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. സോ ജസ്റ്റ് ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ. സോ ഈ കോഡ് എന്നുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇവിടെ ഞാൻ ഗിറ്റ് ഹബ്ബാണ് എനേബിൾ ചെയ്തേക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തേക്കുന്നുണ്ടെന്ന് വന്നേക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് വരും, ബിറ്റ് ബക്കറ്റ്, ഗിറ്റ് ഹബ്ബ്, ഗിറ്റ് ലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. അത് എളുപ്പം, വേറെ ഒന്നും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കണക്റ്റ് ആയിക്കോളും. ഞാനിവിടെ ഗിറ്റ് ഹബ്ബാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്, പക്ഷേ ഞാനിവിടെ ഒന്നും റിക്വസ്റ്റ് ഒന്നും പുള്ള് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എം ടി ആയിട്ട് കിടക്കുന്നത്. എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗിറ്റ് ഹബിനെ കോഡ് എങ്ങനെ എഴുതി കൊടുത്ത് നമ്മുടെ ജീറായിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഗിറ്റ് ഹബ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളും ഞാൻ വേറെ സെപ്പറേറ്റ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇത് കണ്ടു, ഇവിടെ ഗിറ്റ് ഹബ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഇവിടെ കണ്ടു വേറൊരു ഓപ്ഷൻ ചെക്ക് ദ ആപ്പ് കോൺഫിഗറേഷൻ, അതേ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, കണക്ട് ഗിറ്റ് ഹബ് ടു ജീറ, കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ഗിറ്റ് ഹബ് ക്ലൗഡ് ആണോ, ഗിറ്റ് ഹബ് എൻ്റർപ്രൈസ് സെർവർ ആണോ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പെർമിഷൻ കൊടുത്തു പോകാം. ഓക്കെ, നമുക്കിങ്ങനെ അത് കണക്ട് ചെയ്ത് പോകാം കേട്ടോ. ഗിറ്റ് ഹബിനെ നമ്മുടെ ജീറയുമായിട്ട് കണക്ട് ചെയ്ത് പോകാം. ഗിറ്റ് ഹബിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാണ്ട് കണക്ട് ആയിട്ട്. അപ്പോൾ ഞാൻ ഗിറ്റ് ഹബിൻ്റെ അക്കൗണ്ട് ടെക്സ്റ്റ് രണ്ടാണ് കൊടുത്തിരുന്നത്, ഓൾറെഡീസ് കണക്ട് ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നതാണോ റെപ്പോസിറ്ററി പേര് കൊടുക്കുന്നത് അതായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കോഡ് കണക്ട് ചെയ്യാൻ പറ്റുക. അതായത് നമ്മുടെ കോഡ് മാനേജ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. കോഡ് മാനേജ്മെൻറ്റ് ടൂൾസ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അതായത് നമ്മുടെ കോഡ് ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റ ആളല്ല വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനും എക്സ് എന്ന് പറഞ്ഞ ആൾ വർക്ക് ചെയ്യുന്നെങ്കിലും ഞാൻ ചെയ്യുന്ന കോഡ് ചേഞ്ചസ് കൈ കിട്ടണമെങ്കിൽ എൻ്റെ ഈ ലോക്കൽ സിസ്റ്റത്തെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മെയിൽ അയച്ചു കൊടുക്കുന്നുണ്ട് കോഡ്, അതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് വർക്കിംഗ് ഫ്ലോ അല്ല. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കോഡ് മാനേജ്മെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ റിപ്പോസിറ്ററീസ് യൂസ് ചെയ്യുക. സോ ഞാൻ ചെയ്യുന്ന കോഡും അതിൻ്റെ ചേഞ്ചസും ഒക്കെ അയാൾക്ക് കിട്ടാനും അയാൾ ചെയ്യുന്ന എനിക്ക് കിട്ടാനും അതിൽ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് മാത്രം എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ടൂൾസാണ് കോഡ് മാനേജ്മെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ കോഡ് റിപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട്, ലൈക്ക് ബിറ്റ് ബക്കറ്റ്, ഗിറ്റ് ഹബ്ബ്, ഗിറ്റ് ലാബ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ വേറെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അത് കാണിക്കാന്നുള്ളത്. വീണ്ടും അത് ഇതിനകത്തോടെ നിങ്ങൾ മെസ്സായിപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല, ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് ഓട്ടോമേഷൻ കാണാം. അതിനായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പ്രൊജക്ട് സെറ്റിങ്സ് വന്നേക്കുന്നത്, അതേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നേക്കുന്ന ഓട്ടോമേഷൻ, അത് കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില റൂൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓട്ടോമേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില റിപ്പീറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടല്ലോ, അത് മാനുവലി ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ടീംസിനും അത് ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ മാനുവൽ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നോ കോഡ് റൂൾ ബിൽഡർ എന്നാണ് ഇതിന് പറയുക, നമ്മൾ ഈ ഓട്ടോമേഷൻ ചെയ്യുന്നതിനെ. അതായത് കോഡ് എഴുതി കൊടുക്കാണ്ട് അതാണ് നോ കോഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ചില റൂൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഓട്ടോമേഷനിൽ സംഭവിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഇഷ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇമെയിൽ സെൻഡ് ആവണം. ഓക്കെ, അതൊരു റൂളാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഓക്കെ, അതാണ് നോ കോഡ് റൂൾ ബിൽഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമേഷൻ റൂൾസിന് 3 പാർട്സ് ആണ് വരിക, അല്ലെ 3 ബിൽഡിംഗ് ബ്ലോക്സ് ആണ് വരുന്നത്. ഒന്ന് ട്രിഗർ,
സെക്കൻഡ് വൺ ഈസ് കണ്ടീഷൻസ് ആൻഡ് തേർഡ് വൺ ഈസ് ആക്ഷൻസ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ്, ആ ഈവൻറ്റ് കാരണമായിരിക്കും ഒരു ആക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ട്രിഗേഴ്സ് ആണ്. അതായത് ഒരു ഈവൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണോ ആണ് ട്രിഗർ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഇസ് കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ റൂളിൽ ഒന്ന് റിഫൈൻ ചെയ്യുക, അതിനുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈ പ്രയോറിറ്റി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേറൊരു ആക്ഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, അതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പാർട്ട് ഈസ് ആക്ഷൻസ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇമെയിൽ സെൻഡ് ആവുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻഡ് ആകുക, ഇങ്ങനെയൊക്കെയുള്ള ടാസ്കുകളുണ്ടല്ലോ. അതായത് ആ ഒരു ട്രിഗർ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് റിസൾട്ട് സംഭവിക്കേണ്ടത്, അതാണ് ആക്ഷൻസിനകത്ത് വരുന്നത്. അപ്പോൾ ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് IFTTT ഫോർമാറ്റ് എന്നാണ് പറയുക. I for if, I for if, then T for this, second T for then, and third T for that, and if this then that. ഇതിൽ when എന്ന് പറഞ്ഞാൽ ഒരു ട്രിഗർ ആഡ് ചെയ്യുന്നത്, if എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്, for each എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ആഡ് ചെയ്യുന്നതാണ്, ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു നോളജ് കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഈ IFTTT എന്നൊക്കെ അത് ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. ഇനി 3 പാർട്സ് ആണ്: ട്രിഗർ, കണ്ടീഷൻസ് ആൻഡ് ആക്ഷൻസ്. ഇനി എങ്ങനെയാണ് റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾറെഡി റൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ വിസിബിൾ ആയിരിക്കും. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് റൂൾ എന്നുള്ള ആ ബട്ടനെ പ്രസ് ചെയ്യുക. അപ്പോൾ കൊണ്ടായ തന്നെ റൂൾ ബിൽഡർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ട്രിഗറാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈവൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ട്രിഗർ. സോ ഞാൻ ഇവിടെ കുറച്ച് കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, റെക്കമെൻഡ് ട്രിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇതാണ് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഏത് ട്രിഗർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക. ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു മെയിൽ സെൻഡ് ആവണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് കൊടുത്തു. ഞാൻ ടേൺ ഓൺ റൂൾസ് കൊടുത്തു. നെക്സ്റ്റ് ഒരു ആഡ് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ട്രിഗർ കൊടുത്തു, നെക്സ്റ്റ് ആക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു ട്രിഗർ സംഭവിക്കുമ്പോൾ എന്താണ് ആക്ഷൻ നടക്കേണ്ടത് അതിനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. റെക്കമെൻഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു അഷ്വറിൽ റൺ ബുക്ക് സ്റ്റാർട്ട് ആവുക, റീസ്റ്റാർട്ട് ചെയ്യുക, സ്പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോട്ടിഫിക്കേഷൻ അതുണ്ട്, സെൻഡ് മെയിൽ എന്നുള്ളത്, ആ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഈ വാല്യൂസ് ചൂസ് ചെയ്യുന്നത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ കീ അനുസരിച്ച് അത് ചേർത്ത് കിട്ടും. നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് നമുക്കിവിടെ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കസ്റ്റമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുവാണ് ന്യൂ ഇഷ്യൂ ക്രിയേറ്റഡ് കൊടുത്തു. കണ്ടന്റിനകത്ത് വേണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ ആ വേരിയബിൾസിൻ്റെ അത് വെച്ചിട്ട് കൊടുക്കാം. വേരിയബിൾസിനെ കുറിച്ച് ഞാൻ പറയും, ജസ്റ്റ് അതിന് മുന്നേ അതൊന്ന് കാണിക്കാവേ. എ ന്യൂ ഇഷ്യൂ ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ യുവർ പ്രൊജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. കണ്ടോ ഇമെയിൽ സെൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി എന്തായിരുന്നു, ടു എന്നുള്ള കൊടുത്തിട്ടില്ല. 2 എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഒന്നെങ്കിൽ അസൈനിക്ക് കൊടുക്കാം, റിപ്പോർട്ടർക്ക് കൊടുക്കാം, അപ്രൂവേഴ്സിന് കൊടുക്കാം. ഞാനിവിടെ അസൈനിക്ക് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ടേൺ ഓൺ റൂൾ എന്ന് കൊടുക്കുക. റൂൾ നെയിം കൊടുക്കാം. ഞാൻ റൂൾ 1 എന്നാണ് കൊടുക്കുന്നത്. ആർക്കാണ് റൂൾ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പെർമിഷൻ കൊടുക്കുക. ഞാൻ ഓരോ അഡ്മിറ്റ്സ് തന്നെ കൊടുത്തു. ദെൻ ടേൺ ഓൺ റൂൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ റൂൾ ക്രിയേറ്റ് ആവും. നമുക്ക് ഈ ഒരു ഹോം പേജ് വന്നു കഴിഞ്ഞാൽ ആ റൂൾ ക്രിയേറ്റ് ആയേക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിനി ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. മെയിൽ സെൻഡ് ആവുന്നുണ്ടോ നോക്കാവേ. സോ ന്യൂ ബഗ് സ്റ്റാറ്റസ് എല്ലാം കൊടുത്തു. സമ്മറി ജസ്റ്റ് സാമ്പിൾ റൂൾ ചെക്കിംഗ് കൊടുത്തു. ഡിസ്ക്രിപ്ഷനകത്ത് ദിസ് ഈസ് എ ടെസ്റ്റ് ഇഷ്യൂ ക്രിയേഷൻ. അസൈനി ഞാൻ എൻ്റെ പേര് കൊടുത്തു. ലേബൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ കൊടുക്കണ്ട. സ്പ്രിൻറ്റ് കൊടുക്കാം. ഞാൻ സ്പ്രിൻറ്റ് 2 കൊടുത്തു. സ്റ്റോറി പോയിൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മെയിലൊന്ന് നോക്കാം. കണ്ടോ മെയിൽ വന്നേ. ന്യൂ ഇഷ്യൂ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ആ കൊടുത്തേക്കുന്ന മെയിലിൻ്റെ കണ്ടൻറ്റാണ് എനിക്കിവിടെ വന്നേക്കുന്നത്. കണ്ടോ ആ മെയിൽ ഞാനിവിടെ ഓട്ടോമേഷനകത്ത് കൊടുത്തായിരുന്നു. ഇതായിരിക്കും എൻ്റെ സമ്മറി വരിക. സമ്മറി അല്ല, എൻ്റെ ടൈറ്റിൽ വരുന്നത്. പിന്നെ സമ്മറി വരുന്നത് ഈ ഒരു കണ്ടൻറ്റാണ് വരുന്നേക്കുന്നത്. ഓക്കെ,
ഇങ്ങനെയാണ് ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറെ ഒരു ഫീച്ചർ ഉണ്ട് ഓട്ടോമേഷനകത്ത്. ഓട്ടോമേഷൻ ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന റൂൾ വന്ന് കൂടെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യാവേ. പിന്നെ കണ്ടോ ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ വന്ന് ടെംപ്ലേറ്റ്സ് കൊടുക്കാം. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. കണ്ടോ വെൻ എ ബഗ് ഈസ് ക്രിയേറ്റഡ് ആഡ് സമ്മൺ ആസ് എ വാച്ചർ, ആൻ ഇഷ്യൂ ഈസ് അൺഅസൈൻഡ് ആൻഡ് ട്രാൻസിഷൻ ടു ഇൻ പ്രോഗ്രസ്, ട്രാൻസിഷൻ ബാക്ക് ടു ഡു. ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകുന്നില്ല, ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് ആവശ്യമുള്ള ഓട്ടോമേഷനാണ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ട് നോ കോഡ് റൂൾ ബിൽഡർ എന്നാണ് പറയുക. കോഡൊന്നും ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് സംഭവിക്കും. സോ നമ്മുടെ മാനുവലായിട്ട് ചെയ്യുന്ന ആ ഒരു എഫേർട്ട് കുറയ്ക്കാനായിട്ട് പറ്റും നമ്മളിങ്ങനെ ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിൽ.